ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ടീം PBPL അവതരിപ്പിക്കുന്ന പബ്ജി റൂം മാച്ചിലേക്ക് പുതിയ ഒരു സീസണിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കമിങ് യു ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രത്യേക സീസൺ 11 നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. 10 ആഴ്ചകൾ നമ്മൾ വിജയകരമായി കംപ്ലീറ്റ് ചെയ്തു. 11ാം ആഴ്ചകളിലേക്ക് നമുക്ക് പുതിയ കുറേ ടീംസ് ഉണ്ട്. അവരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തത് നമ്മൾ ഇന്നലെ നടത്തിയ ഒരു ക്വാളിഫയർ മത്സരത്തിൽ വെച്ചാണ്. കാരണം ഒരുപാട് ടീമുകൾ വന്നു. അവരെ ഒരു ക്വാളിഫയർ മത്സരം കളിപ്പിച്ച് അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ ബെസ്റ്റ് ടീംസിനെയാണ് നമ്മൾ സീസൺ 11ലേക്ക് പുതിയ ടീംസായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് സ്ലോട്ടിലേക്ക് പോകാം. ഗൈസ്, ദിസ് ഈസ് നിജോ. അറിയാത്തവർക്ക് വേണ്ടി പറയട്ടെ. അപ്പോൾ നമ്മൾ തറവാട് ഇ സ്പോർട്സിലെ സീസൺ 11ലെ ടീംസിനെ പരിചയപ്പെടാൻ സമയമായി. സ്ലോട്ട് 2 ഡിയോക്സിസ്, 3 മിസ്റ്റിക് ക്രൂസൈഡേഴ്സ്, 4 മരിജുവാനാസ്, 5 ലീജിയൻ, 6 എക്സൗട്ട്, 7 തറവാട്, 8 ടീം DC, 9 ആൽക്കോ, 10 NMS, 11 TL4, 12 TRK, 13 SNX, 14 Elite Team 2, 15 Ortons, 16 Team IM, 17 Hoonigan, 18 Blitz, 19 Mystic Alpha, 20 Red, 21 Elite Team 1, 22 Excalibur, 23 Rednix, 24 ബ്ലേക്ക് ആൻഡ് 25 ഗോഡ്സൺ. ഗൈസ്, അപ്പം ഏകദേശം 81 പേര് എത്തിയിട്ടുണ്ട്. നമുക്ക് മാച്ച് തുടങ്ങാൻ ഏകദേശം സമയമായി. നമ്മൾ പുതിയ ടീംസിലേക്ക് പരിചയപ്പെടുകയാണെങ്കിൽ 4 മരിജുവാന. അവർ പുതിയ ടീമാണ്. അവർ ഇന്നലെ ക്വാളിഫയർ മാച്ചൊക്കെ കളിച്ച് കയറി വന്ന പുതിയ ടീമാണ് ഗൈസ്. നമുക്ക് മരിജുവാന കിങ് ഉണ്ട്, ഡൂക്കിഡ് ഉണ്ട്, അതുപോലെ തന്നെ മരിജുവാന ബോയ് ഉണ്ട്, ക്രോളസ് ഉണ്ട്. അങ്ങനെ 4 പേരും കളിക്കുന്ന ടീം മരിജുവാനയിൽ. പിന്നെ പുതിയ ടീമായിട്ടുള്ളത് സ്ലോട്ട് 5 കളിക്കുന്ന ലീജിയനാണ്. CSA 63 V, CASA കാസ, പിന്നെ ലീജിയൻ അപ്പു, പിന്നെ ആൽബർട്ട്. 3 പ്ലേയേഴ്സ് എത്തിയിട്ടുള്ളൂ. പുതിയ ടീമാണ് ലീജിയൻ. പിന്നെ എടുത്ത് പറയേണ്ടത് സ്ലോട്ട് 10 കളിക്കുന്ന നമ്മളുടെ NMS ആണ്. എനിക്ക് തോന്നുന്നു നെമസിസ്, അത് നമ്മളിവിടെ നേരത്തെ കളിച്ച ടീം തന്നെയാണ് നെമസിസ്. നമുക്ക് സുപരിചിതരായ ടീം തന്നെയാണ് നെമസിസ്. റാപ്റ്റർ, ജസ്റ്റിൻ, ജോയൽ, ജഗോ. നമ്മളിവിടെ നേരത്തെ സ്ലോട്ട് 12 നമ്മുടെ സീസൺ 8ലും 7ലും ഒക്കെ കളിച്ച ടീമാണ് നെമസിസ്. അപ്പോൾ അവർ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സ്ലോട്ട് 10 അവർ കളിക്കുന്നത്. പിന്നെ ഒരു പുതിയ ടീം സ്ലോട്ട് 12 കളിക്കുന്ന TRK ആണ്. അവരുടെ വെനം, AJ, കിഡ്, അതേപോലെ തന്നെ D2K താടി, പിന്നെ നിൻ്റെ അപ്പൻ വൈ. നല്ല പേര്. അപ്പോൾ ഇവരൊക്കെയാണ് TRKയിൽ കളിക്കുന്നത്. പിന്നെ ഗൈസ്, നമുക്ക് 20 റെഡ് കളിക്കുന്നുണ്ട്. റെഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ സീസണിൽ സീസൺ 3, 4, 5ലും 6ലും ഒക്കെ കളിച്ച ടീമാണ് ടീം റെഡ്. അവർ നമ്മുടെ ക്വാളിഫയർ മാച്ചിൽ ഫസ്റ്റ് എത്തിയാണ് ഇപ്രാവശ്യം റെഡ് കയറിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ സ്ലോട്ട് 10 കണ്ട നെമസിസ് ആണ് നമ്മളുടെ ക്വാളിഫയർ മാച്ചിൽ സെക്കൻഡ് എത്തിയത്. നല്ല കളിയായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ടീം സ്ലോട്ട് 22 കളിക്കുന്ന എക്സ്കാലിബറാണ്. എക്സ്കാലിബറിനെ കുറിച്ച് പറയുമ്പോഴും അവരിവിടെ പുതിയ ടീമൊന്നുമല്ല. കാരണം നമ്മൾ 1-2 സീസണായിട്ട് തറവാടി കളിച്ച് നമ്മുടെ നെമസിസ് KL13 പുള്ളിയുടെ ടീമാണ്. പഴയ കളിച്ച ടീമാണ്. നമുക്ക് എല്ലാവരെയും ഒന്ന് ഓവറോൾ പോയി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് കാര്യം മനസ്സിലാകും. കാരണം 22 കളിക്കുന്ന നമ്മളുടെ എക്സ്കാലിബർ ഇവിടെ ഒരുപാട് പ്രാവശ്യം ചിക്കനിനോട് അടിച്ച ടീമാണ്. MR ലീഫ്, വുൾഫ് RMS, നെമസിസ് KL13, വുൾഫ് ZHB. അങ്ങനെ 4 പേരാണ് എക്സ്കാലിബർ ടീമിൽ കളിക്കുന്നത്. അപ്പം റെഡ് ടീമിൽ റെഡ് സ്റ്റോം, ഫോക്സ് കിങ്, മിസ്റ്റർ തടിയൻസ്, സ്പൈ ബോയ്. നമ്മൾ ഇവരൊക്കെ നമുക്ക് നേരത്തെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ എടുത്ത് നോക്കിയാൽ മതി. ഇവരൊക്കെ നമ്മുടെ ഇവിടുത്തെ ടോപ്പ് ടീംസാണ്. അവരൊരു ക്വാളിഫയർ മാച്ച് കളിച്ച് അവർ തെളിയിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ പഴയ ടീമായ ഡിയോക്സിസിലാണ് ഡീഫോൾട്ടായിട്ട് സ്പെക്ക് ചെയ്യുന്ന ഗൈസ്. മാപ്പ് ഇറാങ്കിലാണ്. ന്യൂ സീസൺ, ന്യൂ ഹോപ്സ്, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ സോൺ, അതായത് റൂട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും പോകാൻ വേണ്ടി, എല്ലായിടത്തും പോകാൻ വേണ്ടി ഫേവറായിട്ടുള്ള റൂട്ടാണ്. കാരണം ഒരു പാരലൽ നമ്മളുടെ മാപ്പിനെ ഒരു ഹൊറിസോണ്ടലി കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നൊരു റൂട്ടാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം പോച്ചിങ്കി സ്കൂളിൻ്റെ ഒക്കെ മധ്യത്തിൽ കൂടെ മാൻഷൻ്റെ അതുവഴി ലിപ്പോക്കയുടെ സൈഡിൽ കൂടെ ഗഡ്ക കറക്റ്റ് പോകുന്നൊരു റൂട്ടാണ് ഇത് വന്നിരിക്കുന്നത്. കറക്റ്റ് കട്ട് ചെയ്യുന്ന നമ്മുടെ മാപ്പിനെ കറക്റ്റ് കട്ട് ചെയ്യുന്ന റൂട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം ചാടും. ഈ സീസണിലെ ആദ്യം ഫ്ലൈറ്റിൽ നിന്ന് ചാടുന്ന ടീമിനെ തപ്പിയാണ് നമ്മൾ കളിക്കുന്നത്. അതാ സ്ലോട്ട് 3 കളിക്കുന്ന മിസ്റ്റിക് ക്രൂസൈഡേഴ്സ്. കഴിഞ്ഞ സീസണിൽ വന്ന ടീമാണ് അവർ. സ്ലോട്ട് 10 കളിക്കുന്ന നെമസിസ്, അതേപോലെ തന്നെ 16 കളിക്കുന്ന IM. അവർ 3 പേരാണ് ചാടി എടുക്കുന്നത്. 15 നമ്മുടെ ഓർട്ടോൺസ് മച്ചാന്മാരും ഏതായാലും മുകളിലേക്ക് ചാടിയിട്ടുണ്ട്. മിസ്റ്റിക് ക്രൂസൈഡേഴ്സിൻ്റെ അടുത്തേക്ക് ആരും തന്നെ പോകുന്നില്ല. അവർ ലിപ്പോക്ക പ്രിമോസ്ക് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഹൂനിയൻ നേരെ ചാടി അവരുടെ ക്വാറി ഫരീപ്പ സൈഡിലേക്ക് പോകുന്നു. നമ്മൾ റെഡ് ചാടിയിട്ടുണ്ട്. 4 ടീമാണ് ആദ്യം തന്നെ മേളിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റൽ ജോർജ് ബോൺ സൈഡിലേക്ക് ഒരു അടിപൊളി അടി അവിടെ പ്രതീക്ഷിക്കുന്നു ഗൈസ്. ബ്ലിറ്റ്സ് നേരെ താഴേക്ക് പോകുന്നു, ഫാം സൈഡിലേക്ക് പോകുന്നു. പോച്ചിങ്കിയിലേക്ക് പോകുന്ന ടീമുകൾ SNX ഉണ്ട്. നമ്മളുടെ പുതിയ ടീമായ ലീജിയൻ ഡേ പോച്ചിങ്കി ഉണ്ട്. ഗോഡ്സെൻ്റ് പോച്ചിങ്കിയിലുണ്ട് ഗൈസ്. ഇതേണ്ട കുറേ പേര് ഇതേണ്ട ഒരുമിച്ച് പോകുന്നു. 21 എലൈറ്റിൻ്റെ ടീം ഉണ്ട്. 12 കളിക്കുന്ന TRK ഒക്കെ അങ്ങോട്ട് പോകുന്നു. വേറൊരു ടീം കൂടെ ഉണ്ട്, നമ്പർ കാണുന്നില്ല. 4 കളിക്കുന്ന മരിജ്വാനസ് ഒക്കെ റൊസോക്ക് ലക്ഷ്യമാക്കി പോകുന്നു.
നമ്മുടെ TL4 കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. TL4 എവിടെ കാണണോ ഗൈസ്? അപ്പാർട്ട്മെൻറ്റിൽ കയറി തപ്പൂ. സ്കൂളിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ കയറിയ TL4 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, വീണ്ടും എടുത്ത് പറയുന്നില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ഡിയോക്സിസ് ഷെൽട്ടറിൽ ഇറങ്ങിയിട്ടുണ്ട്, മിലിറ്ററിയിലേക്ക് പോകുന്നു. നമ്മുടെ ആൽക്കോ ഒക്കെ ലിപ്പോക്കയിൽ ഇറങ്ങിയിരിക്കുന്നു, റെഡ്നിക്സ് ഒക്കെ ലിപ്പോകൾ അപ്പുറത്ത് മാറി ഇറങ്ങിയിരിക്കുന്നു. യാസ്നയിൽ പോയ ടീംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 22 കളിക്കുന്ന എക്സ്കാലിബർ യാസ്നയിലാണ്. മിസ്റ്റിക് ആൽഫ 90 കളിക്കുന്ന മിസ്റ്റിക് ആൽഫ അവർ ലാസ്റ്റ് കളി ചിക്കൻ അടിച്ചാണ്. സീസൺ 10 ലാസ്റ്റ് കളി ചിക്കൻ അടിച്ച മിസ്റ്റിക് ഫാസ്റ്റർ അവർ മിസ്റ്റിക്കിൻ്റെ ടീം മിസ്റ്റിക് ആൽഫ അവർ യാസ്ന ടീമിനെ കണ്ട് കുറച്ചുകൂടെ മാറിയിരിക്കുകയാണ്. എക്സൗട്ടും തറവാടും എല്ലാവരും യാസ്ന ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഡിയോക്സിസ് ആണ്. ഡിയോക്സിസിന് അടുത്തൊരു ടീമുണ്ട്, അവർ മിൽറ്റയിലാണ് ഡിയോക്സിസ് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഡിയോക്സിസിന് അടുത്തിറങ്ങിയ ടീം ഒന്ന് ടീം DC ആണ് ഗൈസ്. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ആയ ടീം DCയും ഡിയോക്സിസും. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ എത്ര പ്രാവശ്യം ഡിയോക്സിസും DCയും അടി വന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല, കാരണം അതുപോലെ അടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ഡിയോക്സിസ് 4 പേരും അതാ ഗോഡ്സൺ അടിച്ചിരിക്കുന്നത്. ഗോഡ്സൺ നമ്മുടെ പുതിയ പ്ലെയറായ ആൽബർട്ടിനെ അടിച്ചിരിക്കുന്നു. ഗോഡ്സൻ്റെ മെൽവിൻ പുതിയ പ്ലെയർ ആണെന്ന് തോന്നുന്നു. അതാ ലീജൻ അപ്പു ലീജനോടൊരു ഫൈറ്റ് ഗോഡ്സൺ മെൽവിൻ അടിച്ചിട്ടുണ്ട്. ലീജൻ അപ്പു ഗോഡ്സൺ മെൽവിൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു ഏരിയയിൽ പോവാണ്. അതാ ക്യാസ 63 ഗോഡ്സൺ ബ്ലിങ്ങിന് അടിച്ചു. ഗോഡ്സണിലെ 2 പേരുടെ കില്ല് ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓ ഗൈസ്, ഗോഡ്സൻ്റെ ബ്ലിങ്കിൻ്റെ കില്ലും ഗൈസ് എടുത്തിട്ടുണ്ട്. അടിപൊളി കളി കളിക്കുന്നു. ലീജിയനാണ്, പുതിയ ടീമാണ് ഗൈസ്. കോഡി ബാങ്ക്സും കോഡി ബാങ്ക്സിനെ നോക്കിയിരിക്കുന്നു. കോഡി ബാങ്ക്സ് തീർന്നിരിക്കുന്നു. ഇനി അവരുടെ മെയിൻ പ്ലെയർ വെറും 11 വയസ്സുള്ള ഗോഡ്സൺ ലോജിക്സ് മാത്രമാവുന്നു ഗോഡ്സൺ ടീമിൽ. ഗോഡ്സൺ ലോജിക്സ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. കാരണം ആദ്യത്തെ മാച്ചിൽ തന്നെ 4 പേരോട് അടിച്ചിരിക്കാൻ അവർക്ക് പുള്ളിക്ക് പറ്റുന്നില്ല. സ്ലോട്ട് 13 കളിക്കുന്ന SNX ഓടുണ്ട്. SNX ഉണ്ട്. ഗോഡ്സൺ ലോജിക്സിനെ അടിക്കാൻ ശ്രമിക്കുന്നു. 13 SNX ആണ് അടിക്കുന്നത്. ദിമിത്രി 2 വർക്കിയെ അടിച്ചിരിക്കുന്നു, തറവാടിനെ അടിച്ചിരിക്കുന്നു. നമ്മൾ വർക്കിയിലേക്ക് പോയി കഴിയുമ്പോൾ വർക്കിയെ തീർത്തിട്ടുണ്ട്. എക്സൗട്ട് വർക്കിയെ തീർത്തു. തറവാട് എക്സൗട്ടാണ് ഇപ്പോൾ ഒരു ഫൈറ്റ് നടക്കുന്നത്. അരവിന്ദ് ബിഫോക്സ് ഇന്ന് തറവാടിന് വേണ്ടി കളിക്കുന്നു. സെയിൻ ഷാഡോ, വർക്കി, വ്ളാഡിമിർ നമുക്കെല്ലാം അറിയാവുന്ന പേരുകളാണ്. എക്സൗട്ടിനെ നോക്കി കഴിയുമ്പം എക്സൗട്ടിന് വേണ്ടി ഇന്ന് ജാങ്കോ, ദിമിത്രി, സിംബ, സുജിത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 4 പേരുകൾ അവർ കളിക്കുന്നു. DCയിൽ ഇന്ന് 3 പേരേ ഉള്ളൂ. മാർവൽ ക്യാപ്റ്റൻ മരിജ്വാന എലൈറ്റിനെ ടീം 1 അടിക്കുന്നു ഗൈസ്. മരിജ്വാന സ്ലോട്ട് 4ലേക്ക് പോകുമ്പം മരിജ്വാന അതാ അറ്റ് ദ സെയിം ടൈം നമ്മൾ 21 അതാ ലീജൻ അപ്പുവിനെ അടിച്ചിട്ടുണ്ട്. C19 അതുൽ അതായത് നമ്മുടെ SNX അടിച്ചിരിക്കുകയാണ്. ലീജനിൽ ഒരു പ്ലെയർ അടിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. ഇവിടെ ഒരു ഫൈറ്റ് വലിയ അതാ KTM ടോം നോക്കാണ്. ബെക്കാടി അങ്ങോട്ട് പോകുന്നത്. മരിജ്വാന ബോയ് അങ്ങോട്ട് റഷ് ചെയ്യുന്നു. മരിജ്വാന കിങ്ങിനും ക്ലോലസിനും ലൈഫ് വളരെ കുറവാണ്. നേടൊക്കെ ആയിട്ട് അങ്ങോട്ട് റഷ് ചെയ്യുന്നുണ്ട്. അതാ ഗോഡ്സൺ ലോയിസ് SNXലെ സൈക്ക് അടിക്കുന്നത്. ഗോഡ്സൺ ലോയിസ് ഒരു OP കളി കളിക്കാൻ വേണ്ടി ശ്രമം നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അതേ സൈക്കയുടെ കില്ല് ഉറപ്പാക്കിയിരിക്കുന്നത് S12K കൊണ്ട്. അതുലിനെ അടിച്ചിരിക്കുന്നു ലീജൻ. ക്യാസ ആ പ്ലെയർ ടുട്ടൂസിനെ അടിച്ചിരിക്കുന്നു ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകണം ഗൈസ്, നമുക്ക് ലീജനിലേക്ക് പോകണം. ലീജൻ ഒരു അടിപൊളി കളി കളിക്കുന്നു. ലീജൻ പുതിയ ടീമാണ് ഗൈസ്. SNX ഒരു അടിപൊളി കളിക്കുന്നു. ക്യാസ 63V അടിപൊളിയായിട്ട് കളിക്കുന്നു. ഇതേ ടുട്ടൂസ് നമ്മുടെ സ്ലോട്ട് 13 SNX ടുട്ടു വുൾഫിനെ കണ്ടു. വുൾഫിനെ കണ്ടിരിക്കുന്നു. വുൾഫിനെ അവർ തീർത്തിരിക്കുന്നു ഗൈസ്. ഇന്ന് SNXനെ വൈപ്പാക്കിയിരിക്കുന്നു. അടിപൊളി കളി, എന്തൊരു കളിയാണ് കളിക്കുന്നത്. ലീജൻ അപ്പ് നോക്കായപ്പം റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു ഗൈസ്. ഇന്ന് ഇവിടുന്ന് ആദ്യം വൈപ്പാകുന്നു. ഈ സീസൺ 11 ആദ്യം വൈപ്പാകുന്ന ടീമായിട്ട് SNX മാറിയിരിക്കുകയാണ്. കില്ലൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പുവിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കറക്റ്റ് സമയത്ത് ക്യാസ എത്തി റിവൈവ് ചെയ്യുന്നു. അടിപൊളി കളിയാണ് കളിക്കുന്നത്. എലൈറ്റ് ഹണ്ടർ തിരിച്ചടിച്ചിരിക്കുന്നു. മരിജ്വാന കിങ്ങിൻ്റെ കില്ല് ഉറപ്പാക്കിയിരിക്കുന്നു. അതാ മരിജ്വാനാസ് വേഴ്സസ് എലൈറ്റിൻ്റെ ടീം 1 ഒരു ഫൈറ്റ് നടക്കുന്നു ഗൈസ്. ഒരു OP കളിനെ അവിടുന്ന് പ്രതീക്ഷിക്കുകയാണ് ഗൈസ്. 172 ആണ് പിങ്. ഒന്ന് ക്ഷമിക്കുക, വൈഫൈ ചെറിയ ഇഷ്യൂസ് കൊണ്ടുള്ള വർക്ക് ആവുന്നില്ല. അപ്പോൾ ലോഡാകാൻ കുറച്ച് സമയം എടുക്കും. നമ്മളൊരു ഏരിയൽ വ്യൂ ആണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ എലൈറ്റിൻ്റെ സ്പൈഡറും എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അവിടെയൊക്കെ ഒന്നും ലോഡായിട്ടില്ല, അതിപ്പോൾ ലോഡായി. മരിജ്വാന ബോയും ഇനി ഡൂക്കിടും ക്രോളസും മാത്രമേ ഉള്ളത്. ഒരു അടിപൊളി ഫൈറ്റ് നടക്കുന്നത്. KTM ടോമിനൊക്കെ റിവ്യൂ എടുത്തിട്ടുണ്ട് ബെക്കാടി നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ബെക്കാടി നമ്മൾ കാണുമ്പോൾ എപ്പോഴും അടി കിട്ടുന്നതായിട്ടാണ് ബെക്കാടി കാണുന്നത്. പക്ഷേ ഇന്ന് ഏതായാലും ബെക്കാടി നല്ല ഡ്രസ്സൊക്കെ ഇടുന്ന് കളിക്കുന്നത് കേട്ടോ. ബെക്കാടിയെ പിന്നെ എവിടെ നോക്കിയാലും ആരും ഇപ്പോൾ കാണാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എവിടെ നോക്കിയാലും കാണുന്നുണ്ട് ബെക്കാടി. അടിപൊളി തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത്. അങ്ങോട്ടൊരു നേടിയിടുവാണ് ബെക്കാടിയെന്ന് തോന്നുന്നു. ഏതായാലും
ഗോഡ്സ് ആൻഡ് ലോജിക്സിനെ എടുത്ത് പറയണം. കാരണം ഗോഡ്സ് ആൻഡ് ലോജിക്സ് ആണ് SNXൽ ഒരു പ്ലെയറിനെ കില്ലെടുത്തത്. നമ്മളത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഗോഡ്സ് ആൻഡ് ലോജിക്സ് ആണ് SNXൽ ഒരു പ്ലെയറിനെ കില്ലെടുത്തതെങ്കിൽ ബാക്കി നമ്മുടെ ടീം 5 കളിക്കുന്ന ലീജിയണ് ക്യാസ അത് 5 കില്ലാണ് അവിടെ നിന്ന് എടുത്തത്. ആൽബർട്ടിനെ അവർക്ക് നഷ്ടമായി. ക്യാസ ഒരു പുതിയ പ്ലെയർ, ഒരു OP കളി ഇവിടെ കളിക്കുന്നു, 5 കില്ല് ഇവിടുന്ന് എടുത്തിട്ടുണ്ട് ക്യാസ. അപ്പോൾ നമ്മൾ SNXലെ 3 കില്ലും അതേപോലെ തന്നെ ഗോഡ്സെൻറ്റിലെ 2 കില്ലും ക്യാസ ഇവിടുന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ക്യാസ ഒരു അടിപൊളി കളിയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 5 കില്ലുമായിട്ട് ഒരു ടീം മാത്രം വൈപ്പായപ്പോൾ ക്യാസയ്ക്ക് 5 കില്ലുണ്ട്. ക്യാസ 63V. പേരൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഇന്ന് നിങ്ങൾ പുതിയ ടീമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ അതുപോലെ ഒന്ന് പറയാൻ വിട്ടുപോയി, നമ്മളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും പുതിയ പ്ലേയേഴ്സിനോടാണ് പ്രത്യേകിച്ച് പറയുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 9-9:30 ആകുമ്പോൾ നമ്മുടെ മാച്ച് കഴിഞ്ഞാൽ 10:30-ക്കുള്ളിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. വീഡിയോ മാക്സിമം എല്ലാവരും അന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമൻറ്റ്സ് ആൻഡ് റിവ്യൂസ് എന്തായാലും വീഡിയോയുടെ താഴെ തന്നെ അറിയിക്കുക. അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ നമുക്ക് അതനുസരിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും സ്വീകരിക്കും, പോസിറ്റീവോ നെഗറ്റീവോ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ക്യാസ 63 ഇപ്പോൾ അടിപൊളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്യാസ കണ്ടിരിക്കുകയാണ്. അത് ക്രോളസ് സ്പൈഡറിനെ അടിച്ചിരിക്കുകയാണ്. ഗൈസ്, സ്പൈഡറിനെ ക്രോളസ് അടിച്ചിരിക്കുകയാണ്. നമ്മൾ സ്പൈഡറിലേക്ക് പോയി കഴിയുമ്പോൾ ക്രോളസിൻ്റെ ഒക്കെ ഒരു അടി കിട്ടിയിട്ടുണ്ട് അവിടെ. സ്പൈഡറിനെ തീർക്കാൻ വേണ്ടി ശ്രമം ലോഡായി വരാൻ കുറച്ച് സമയം എടുക്കും, അതേ ഉള്ളൂ പ്രശ്നം. കാരണം ബെക്കാഡിയും ഹണ്ടറും ടോമും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഡൂക്കിടും മരിജോനെ പോയി ഒക്കെ ചാടുന്നു. ക്രോളസ് അവിടെ നിന്നാണ് അടിച്ചത്. സ്പൈഡറിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ബെക്കാഡിയാണ് സ്ഥിരം വരാറുള്ളത്. ഹണ്ടർ വരുന്നു. ഹണ്ടർ റിവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഹണ്ടർ എത്തിയിട്ടുണ്ട്. ഡൂക്കിടും മരിജോന പോയും ക്രോളസും വേറെ അടിക്കാനൊന്നും കിട്ടുന്നില്ല. കാരണം ബെക്കാഡിയും ടോമും അവിടുന്ന് ടോം ഒന്ന് അങ്ങോട്ട് ഫ്ലാങ്ക് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റിലോട്ട്. ടോമിൻ്റെ ഒരു പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ടോമിന് ഇപ്പോൾ ഒന്ന് ഫ്ലാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൂക്കിഡിനെ മരിജോനെ പോയി ഒന്ന് ഫ്ലാങ്ക് അടിക്കാൻ വേണ്ടി നോക്കുന്നു. ടോമിന് ഹെൽമെറ്റ് പോയില്ല കേട്ടോ, എന്നിട്ടും ആ ഒരു റിസ്ക് അവിടെ എടുക്കുന്നു. ഡൂക്കിഡിനൊക്കെ നോക്കി നിൽക്കുകയാണ് അങ്ങോട്ട്. മരിജോന പോയെ കാണാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നത് ഇവിടെ. രണ്ടുപേരും എനിക്കൊന്ന് ആ വീട്ടിൽ മരിജോന പോയി വരുന്നു. മരിജോന പോയി ഓടുന്നു. ജസ്റ്റ് മിസ്സായി. M16A4 ആണ് കയ്യിലിരിക്കുന്നത്, മിസ്സായി. മരിജോന പോയിക്ക് ഇപ്പോൾ ടോമിൻ്റെ ഒരു പൊസിഷൻ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അത് സ്പൈഡറിനെ ക്രോളസ് വീണ്ടും അടിച്ചിരിക്കുന്നു. ക്രോളസ് ഒരു അടിപൊളി കളി കളിക്കുന്നു കേസ്. 4 കളിക്കുന്ന ക്രോളസ് ഒരു അടിപൊളി കളി കളിക്കുന്നവിടെ. ബെക്കാടി അങ്ങനെ ക്രോളസിനെ M16A4 അടിച്ചിട്ടുണ്ട്. ബെക്കാടി അങ്ങോട്ടൊരു കില്ലെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോറി, വെറുതെ പറഞ്ഞാണ് കേട്ടോ. ബെക്കാടി ഇൻട്രസ്റ്റിംഗ് നെയിമാണ് ബെക്കാടി, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പോൾ ക്രോളസിൻ്റെ കില്ല് ഉറപ്പാക്കാൻ വേണ്ടി മച്ചന്മാർ വീട്ടിലേക്ക് കയറുമെന്നൊരു സംശയം. അതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. ക്രോളസിൻ്റെ ഒരു കില്ല് ഉറപ്പാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഡൂക്കിഡ് അങ്ങോട്ട് വന്നിരിക്കുന്നു. ഡൂക്കിഡ് നോക്കാക്കിയിട്ടുണ്ട്. ഇനി മരിജോന ബോയിയുടെ മാത്രം. മരിജോന ബോയ് അടിക്കാൻ വേണ്ടി ബെക്കാടിയാണ് ഓടി വരുന്നത്. പക്ഷേ മരിജോന ബോയ് ബാക്കിലാണ്. 2 നോക്കാണ്. സ്പൈഡർ ഏതായാലും ക്രോളസിൻ്റെ കില്ല് അങ്ങ് ഉറപ്പിച്ചിട്ടുണ്ട്. ഡൂക്കിഡ് നോക്കാണ്. മരിജോന ബോയ് മാത്രമേ ഉള്ളൂ. ഇന്ന് വൈപ്പാകുന്ന രണ്ടാമത്തെ ടീമായിട്ട് പുതിയ ടീമായ മരിജോനാസ് മാറുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എലൈറ്റും റിവൈവ് ഒക്കെ എടുത്ത് ഡൂക്കിഡിനെ കില്ല് ഉറപ്പിച്ചിരിക്കുകയാണ്. സ്പൈഡർ ഏതായാലും UMP കൊണ്ട് കില്ല് ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ മരിജോന ബോയ് മാത്രമേ ഉള്ളൂ ഇവിടെ. മരിജോന ബോയ് ലൈഫൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ബാക്കി എലൈറ്റിൻ്റെ 3 പേര് ഇവിടെ ഉണ്ട്. KTM ടോം അപ്പുറത്തൂടെ വരുന്നുണ്ട്. ലൈഫ് വളരെ കുറവാണ് എലൈറ്റിൻ്റെ പ്ലേയേഴ്സിന്. മരിജോന ബോയ് വീടിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട്. 3 പേരാണ് തപ്പി വരുന്നത്. സ്പൈഡർ ഇവരൊക്കെ ലൈഫ് എടുക്കാതെയാണ് വരുന്നത്. ലൈഫ് പോലും എടുക്കുന്നില്ല. ബെക്കാടി ഇതേ വീണ്ടും നോക്കായി. ബെക്കാടിയുടെ കാര്യം പറഞ്ഞോളൂ. ബെക്കാടിയെ പിന്നെ ആരും കാണാത്തോണ്ട് പിന്നെ കുഴപ്പമില്ല. സ്പൈഡർ അങ്ങോട്ട് റഷ് ചെയ്യുന്നു. ബെക്കാടിയെ ഏതായാലും നല്ല ഡ്രസ്സ് ഇട്ടേക്കുന്നതുകൊണ്ട് ആരും കാണത്തില്ല. ഏതായാലും പെട്ടെന്ന് അങ്ങോട്ട് റഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. കാണുന്നില്ല. ഹണ്ടറിനെ അടിച്ചിട്ടു. സ്പൈഡറിന് കയറി പോകാനും പറ്റുന്നില്ല. ഹണ്ടറിനെ അടിച്ചിട്ട് മരിജോന പോയി. അറ്റ് ദ സെയിം ടൈം മിസ്റ്റിക് ഗോസ്റ്റിന് അവിടെ എന്തോ പറ്റിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. സ്റ്റോം അത് IM ടോക്സിനെ അടിക്കുന്നു. റെഡ് IMനെ അടിക്കുന്നു. ടഫ് AF അടിക്കുന്നു ഗൈസ്. ഇവിടെ ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ. നമുക്ക് IMലേക്ക് പോകാൻ പറ്റും ഗൈസ്. വി ഹാവ് ടു ഗോ ടു IM ടഫ് AF. അതാ റെഡിലെ പ്ലെയേഴ്സിനെ ഒക്കെ അടിച്ചിട്ട് മൈ ഗോഡ്, എന്താ ഇവിടെ കാണുന്നത്? പുതിയ ടീമായ റെഡിലെ 4 പേരെ IM ടഫ് AF അടിച്ചിട്ടിരിക്കുന്നു ഗൈസ്. 4 കില്ല് ഒറ്റയടിക്ക് എടുക്കുന്ന ഒരു പ്ലെയറായിട്ട് ഈ സീസണിലെ ആദ്യ പ്ലെയറായിട്ട് ഒരു ടീമിനെ മൊത്തം IM ഇവിടെ വൈപ്പ് ചെയ്യുന്നു. IM ഗൈസ് നമുക്കറിയാം റഷ് കളിയാണ്. IM ടഫ് AF IM ടോക്സിക് അവരുടെ ലീഡറായ ടോക്സിക് നഷ്ടമായി.
പക്ഷെ 4 പേരുടെയും കില്ല് ഒറ്റയ്ക്ക് ടഫ് ആയി എടുക്കുന്നു. അപ്പോൾ രണ്ടാമത് വൈപ്പായ ടീമായിട്ട് മരിജ്വാന ഓൾറെഡി വൈപ്പായിട്ടുണ്ട് ഗൈസ്. റെഡിനെ വൈപ്പാക്കി, SNX വൈപ്പായി, മരിജ്വാനെ വൈപ്പ് ചെയ്ത് എലൈറ്റിൻ്റെ ടീം വണ്ണാണ്. ഗോഡ്സ് ആൻഡ് ലോജിക്സ് ഒറ്റയാൾ പട്ടാളമായിട്ട് ഗൈസ് പോരാടുന്നു. ഗോഡ്സ് ആൻഡ് ലോജിക് തറവാട് ഇപ്പോൾ സോൺ ഔട്ടാണ്. ഇത് മിസ്റ്റിക്ക് ഫാസ്റ്ററൊക്കെ അവിടെ ഉണ്ടല്ലോ. 19 ആൽക്കോയും ഒക്കെ ഇപ്പോഴും സോൺ ഔട്ട് നിൽക്കുകയാണ്. മിസ്റ്റിക് ഫാസ്റ്റ് അവിടെ ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ല ഗൈസ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നമ്മൾ നോക്കുമ്പോൾ റെഡ്നിക്സ് നമുക്ക് എല്ലാവരിലേക്കും വരാം, സമയമുണ്ട്. നമ്മൾ ഓവറോൾ ഒരു പിക്ചറാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഡിയോക്സിസ് സേഫായിട്ട് കളിക്കുന്നു, മിസ്റ്റിക് ക്രൂസൈഡ് സേഫായിട്ട് കളിക്കുന്നു. 5th കളിക്കുന്ന ലീജനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, കാരണം 2 ടീമിനെ വരെ വൈപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. അവർ SNXനെ വൈപ്പ് ചെയ്തു, ഗോഡ്സെൻഡിലെ ബാക്കി 3 പേരെയും വൈപ്പ് ചെയ്തു. ഗോഡ്സെൻഡിലെ ലോജിക്സ് ഇപ്പോഴും ഉണ്ട്. എക്സൗഡിനെ കുറിച്ച് പറയുമ്പോൾ ദിമിത്രി ഒരു കില്ല് എടുത്തിട്ടുണ്ട്. അത് തറവാടിലെ ആൽക്കോ വർക്ക് ചെയ്യാണ്. മിസ്റ്റിക് ഫാസ്റ്റ് അടിക്കുന്നു കേസ്. അങ്ങോട്ട് തന്നെ പോവാം, റൂട്ട് നോക്കാം. മിസ്റ്റിക് ഫാസ്ട്ര, എന്ത് ബോട്ടാണ് ഇത്? പുതിയ ബോട്ടാണ്, ഞാൻ ഇതിൽ കണ്ടിട്ടില്ല. ഫാസ്ട്ര വൈറ്റി ഒരു അടിപൊളി ബോട്ടുമായിട്ട് കറങ്ങുന്നു. സോൺ ഔട്ടാണ്. റൂട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആൽക്കോയുടെ അടുത്തു നിന്നാണ് വന്നിട്ട് കേസ്. ആൽക്കോ വൈപ്പായോ? ആൽക്കോ വൈപ്പായിട്ടില്ല, നമ്മളവിടെ കണ്ടാണ് പക്ഷെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ടീം DC 3 പേരും കളിക്കുന്നു. ആൽക്കോയുടെ കൊച്ചു ഒരു കില്ല് എടുത്തിട്ടുണ്ട്. ഡിയോക്സിസ് അടിക്കുന്നു, ഡിയോക്സിസ് അടിച്ചു. ഡിയോക്സിസിനെ ഇവോൾവ് വൈറ്റ് അടിച്ചിട്ടുണ്ട്. ഡിയോക്സിസ് വേഴ്സസ് DC വീണ്ടും ഒരു ഫൈറ്റ്. ഹൈഡ്രത്തെ മാർവൽ ക്യാപ്റ്റിനെ കില്ലാക്കിയെന്ന് തോന്നുന്നു. DC വേഴ്സസ് ഡിയോക്സിസ് നമ്മൾ ഈ ഫൈറ്റ്, അത് ഹൈഡ്ര ക്യാപ്റ്റിനെ കില്ലെടുത്തിട്ടുണ്ട്, ഹൾക്കിനെ അടിച്ചിട്ടുണ്ട്. ഇനിയും ഗൈസ് DC വൈപ്പായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളുടെ കഴിഞ്ഞ സീസണിലെ ചിക്കൻ ഡിന്നർ അടിച്ച ടീമായ ടീം DC ഇവിടെ വൈപ്പായിരിക്കുകയാണ്. ഡിയോക്സീസ് ആണ് കില്ലെടുത്തത്. ഡിയോക്സീസിനെ നമ്മൾ ലാസ്റ്റ് കളി അടിച്ചാണ്. ആദ്യം നമ്മൾ കണ്ടതാണ് DCയെ ഒരിക്കൽ അടിച്ച് ഡിയോക്സീസ് വിക്കണ്ടി വെച്ച് അടിച്ചു, ഒരു ദിവസം വൈപ്പ് ചെയ്തു ആദ്യം തന്നെ. പക്ഷേങ്കിൽ DC ലാസ്റ്റ് കളി ഡിയോക്സീസിനെതിരെ പ്രതികാരം വീട്ടി. ഇനി DCക്ക് വീണ്ടും പ്രതികാരം വീട്ടാൻ വേണ്ടി ഡിയോക്സീസ് ഒരവസരം കൂടി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഡിയോക്സീസ് ഇന്ന് DCയെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. DCക്ക് ഇന്നിവിടെ ഒരു പോയിന്റ് പോലും നേടാൻ സാധിക്കാതെ പോകുന്നു. ഇവർ മിൽട്ടലാണ് കളിച്ചത് കേട്ടോ, നമ്മൾ ആദ്യം കാണിച്ചാണ്. മിൽട്ടലാണ് ഇവർ കളിച്ചത്. അപ്പോൾ ഏതായാലും മിൽട്ടയിൽ ഇപ്പം ഡിയോക്സിസ് മാത്രമായിരിക്കുന്നു, DC വൈപ്പായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിയോക്സിസിലെ ഇവോൾവിനും ഹൈഡ്രയ്ക്കും മെറ്റഫർ പുതിയ പ്ലെയറാണെന്ന് തോന്നുന്നു. മെറ്റഫറിന് വേണമെങ്കിൽ ഇൻഫ്ലേമും നമുക്ക് അറിയാവുന്ന പ്ലെയറാണ്. ഇവോൾവിനെ നമുക്കറിയാം, ഹൈഡ്ര നമുക്കറിയാം. അപ്പം മിസ്റ്റിക് ക്രൂസൈഡേഴ്സിലേക്ക് പോകുന്ന സമയം മിസ്റ്റിക് ക്രൂസൈഡിലേക്ക് പോകുമ്പം നമ്മൾ അവരുടെ പൊസിഷൻ നോക്കുവാണെങ്കിൽ അവർ സോൺ ഔട്ടാണ്. പ്രിമോർസ്കിന് സോണിൽ കയറുന്നൊരു കാഴ്ച. അവിടെ തന്നെ ഹൂനിഗനും ഉണ്ട്, നമ്മുടെ നെമസിസും ഉണ്ട് ടെന്നി കളിക്കുന്നത്. IM ഒക്കെ സോൺ ഔട്ടാണ്. ഓർട്ടോൺസ് റെഡ് സോണിലാണ്, പക്ഷേ അവർക്ക് വലിയ പേടിക്കാനൊന്നുമില്ല. എലൈറ്റിൻ്റെ ടീം ഓൾറെഡി ഒരു വൈപ്പൊക്കെ എടുത്ത് റൊസോക്കിൽ നിന്ന് കയറി വരുന്നു. തറവാടാണ് ഏറ്റവും സോൺ ഔട്ടിൽ നിന്ന് ഇപ്പോൾ കയറി വരുന്നത്. ഇവിടെ എന്താ ഇവിടെ കാണിക്കുന്നത്? മിസ്റ്റിക് ഫാസ്റ്റ് ടൈം റിട്നിക്സ് ഒക്കെ എന്താ ഇവിടെ കാണിക്കുന്നത്? മിസ്റ്റിക് ഫാസ്റ്ററിലേക്ക് പോകുകയാണെങ്കിൽ അങ്ങോട്ട് കൈപോലും എത്തുന്നില്ല. മിസ്റ്റിക് ഫാസ്റ്റർ ബോട്ടൊക്കെ ആയിട്ട് റിട്നിക്സും ബോട്ടായിട്ട് അടിപൊളി. ഏതായാലും ഫാസ്റ്ററൊക്കെ അടിക്കാനൊരു ചാൻസ് ഇല്ല, കാരണം വണ്ടി ഓടിക്കുന്നതും ഫാസ്റ്റർ. ഏതായാലും തോക്കെട്ട് അടിക്കാൻ ശ്രമിക്കുന്നത് വണ്ടി സോൺ ഔട്ട് ആണെങ്കിൽ പോലും റിട്നിക്സ് അടിപൊളി ഒരു ബോട്ട് ഫൈറ്റ്. നമ്മൾ വണ്ടി ഫൈറ്റ് കാണുന്നതാണ്, ഇവിടെ കാർ ഫൈറ്റ് പോലും അല്ല, ഒരു ബോട്ട് ഫൈറ്റ് കാണുന്നു. മിസ്റ്റിക് ഫാസ്റ്റർ ഏതായാലും റിട്നിക്സിൽ ഒരു പ്ലെയറിനെ അങ്ങ് നോക്കാക്കിയിട്ടുണ്ട് അവിടുന്ന്. ഏതായാലും റിട്നിക്സ് അത് വക വയ്ക്കാതെ ബാക്കിയുള്ള പ്ലെയേഴ്സ് പോവാണെന്ന് തോന്നുന്നു. റിട്നിക്സിനെ കുറിച്ച് വണ്ടിയൊക്കെ പൊട്ടാറായി. ഇവിടുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ തീരും. നമ്മളുടെ 19 കളിക്കുന്ന മിസ്റ്റിക് ഗോസ്റ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ. ഗോസ്റ്റിനെ കില്ല് ആൽക്കോയുടെ പ്ലെയർ എടുത്തത്. അപ്പോൾ മിസ്റ്റിക് ഫാസ്റ്റർ ഒറ്റയ്ക്കായി 2 കില്ല് ഇവിടുന്ന് എടുത്തു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റിട്നിക്സ് ഈവിൾ അടിച്ചിട്ടിട്ടുണ്ട്. ഈവിളിനെ നൈസായിട്ട് അടിച്ചിട്ട് ബാക്കിയുള്ളവർ സോണിലേക്ക് കയറുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഡാർക്കും സോളിനൊന്നും ലൈഫ് പോലും ഇല്ല, സോളൊന്നും ലൈഫില്ലാതെ നിൽക്കുകയാണ്. സോളും നമ്മളുടെ ഡാർക്കും സൈയും അതുപോലെ തന്നെ മിസ്റ്റിക് ഫാസ്റ്റ് നെമസിസിനെ അടിക്കുന്ന ഗൈസ്. എലൈറ്റ് ഫീനിക്സ് നെമസിസ് KL13 അടിച്ചിരുന്നു. പുതിയ ടീമായ നെമസിസിനെ കില്ലെടുത്തിട്ടുണ്ട് എലൈറ്റ് ടൈഗർ. 22 ആണ്, നമ്മുടെ എക്സ്കാലിബർ ആണ്. എലൈറ്റിൻ്റെ ടീം 2 ആണ് അവർ അടിക്കുന്നത്. അറ്റ് സെയിം ടൈം IMനെ അടിക്കുന്നത് ഗൈസ്. IMനെ തീർക്കുന്നു. ഗൈസ് എക്സ്കാലിബറിലെ വുൾഫ് SB നല്ല കളിക്കുന്നു. അടിപൊളി കളിക്കുന്നു. ഗ്രേ നിഞ്ചയൊക്കെ അടിക്കുന്നു ഗൈസ്. ഇവിടെ എന്താ സംഭവിക്കുന്നു? കാരണം എലൈറ്റിൻ്റെ ടീം 2 എക്സ്കാലിബറിനെ അടിച്ച് തീർക്കാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറയും. അടിപൊളി എന്തൊക്കെയോ എത്രയോ നോക്കുകളും കില്ലുകളും ആൽക്കോക്കെ അങ്ങോട്ട് WH അടിച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും അടിപൊളിയായിട്ട് കളിക്കുന്നത് ഇപ്പോൾ ലീഫാണ്. ലീഫ് നോക്കാണ്. ഇനി റെമീസ് മാത്രമേ ഉള്ളൂ. റെമീസാണ്. റെമീസ് ലീഫിൻ്റെ റിവൈവ് എടുക്കാൻ വേണ്ടി പോകുന്നു. റെമീസ് ലീഫ് മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. ഡിയോക്സിസ് ഒക്കെ അങ്ങോട്ട് വരുന്നു ഗൈസ്. ഇവിടെ എന്തായാലും ഇന്ന് പൊടി പാറും ഗൈസ്. എബിനൊക്കെ മേളിലാണ്. എബിനുണ്ട്. എബിനും ഗ്രേനിഞ്ചയും
അതേപോലെ തന്നെ എലൈറ്റ് ഫീനിക്സും ഉണ്ട്. ലീഫിൻ്റെ റിവൈവ് എടുക്കുമോ? ഡിയോക്സിസ് കയറി അടിച്ചിട്ടുണ്ട് ഗൈസ്. ഡിയോക്സിസ് രണ്ടും കളിച്ചാണ്. ഹൈഡ്രയൊക്കെ അടിച്ചിട്ടുണ്ട്. ഏതായാലും ഡിയോക്സിസ് രണ്ടും കളിച്ചിട്ടുണ്ട്. ഡിയോക്സിസ് നോക്കുമ്പോൾ ഏതായാലും കുറേ ടീമുകളുണ്ട്. ഏതായാലും നമ്മുടെ എക്സ്കാലിബർ ഉണ്ട് ഇവിടെ, അതേപോലെ തന്നെ എലൈറ്റിൻ്റെ ടീം 2 ഉണ്ട്. അപ്പം ഏതായാലും അടിപൊളി ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അത് റെമി സെബിനെ അടിച്ചിട്ടുണ്ട്. ക്യാസദേ താടി എന്ന് പറഞ്ഞ പുതിയ പ്ലെയറിനെ വീണ്ടും അടിച്ചിട്ടുണ്ട്. ഗൈസ് ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. താഴെ കില്ലെടുത്തിട്ടുണ്ട് ക്യാസദേ വേണം മാച്ച് അടിച്ചിട്ടുണ്ട്. ഗൈസ് ഇവരെ ക്യാസ എന്ത് കളിയാണ് ഇവിടെ കളിക്കുന്നത്? 8 കില്ലാണ് ഗൈസ്. ഹോപ്പി ക്യാസ ഹോപ്പി നമ്മുടെ സ്ലോട്ട് ജോലി കളിക്കുന്ന TRK ക്യാസ ഒറ്റക്കെട്ട് അടിക്കുന്നു. ഓഹോ ഗൈസ് KTM ടോമൊക്കെ അടിക്കുന്നുണ്ട്. സെയിൻ ഷാർഡൻ അടിക്കുന്നു. KTM നമുക്ക് എങ്ങോട്ട് പോകണം നടക്കില്ല ഗൈസ്, ഒന്നും തോന്നുന്നത്. ഓ ഗൈസ് നിൻ്റെ അപ്പനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്യാസ 63v 8 കില്ലുമായിട്ട് അടിപൊളി ഒരു കളി കളിക്കുന്നു. 8 കില്ലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കില്ല്, കാരണം MK14 ഗില്ലി സ്യൂട്ടും ഒക്കെയാണ് കയ്യിലുള്ളത്. ഏതായാലും സ്ലോട്ട് 5 കളിക്കുന്ന ലീജിയൻ അടിപൊളി കളിയാണ് കളിക്കുന്നത്. ലീജിയൻ അപ്പും അതുപോലെ തന്നെ ക്യാസയെ മാത്രമേ ഉള്ളൂ. ആൽബർട്ടിനെ ആദ്യം നഷ്ടമായി, പക്ഷേ 10 കില്ല് എടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് ഏതായാലും ടീമുകളിലേക്ക് ഒന്ന് പോകാൻ സമയമായി. അടിപൊളി ഫൈറ്റുകളൊക്കെ നടന്നതാണ്. നമുക്ക് സ്ലോട്ട് 40 കളിക്കുന്ന ഗ്രേനിഞ്ച് എബിനും മാത്രമേ ഉള്ളൂ ഇവിടെ. ഡിയോക്സീസും ആൽക്കോയും എത്തിയിട്ടുണ്ട് അവിടെ. ആരെയും നോക്കണമെന്ന് അറിയത്തില്ല. എബിനൊക്കെ ലൂട്ട് എടുക്കുകയാണ്. എബിനും ഗ്രേനിഞ്ചേ മാത്രമേ ഉള്ളൂ. ഡിയോക്സീസ് പുറത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. ആൽക്കോ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ് ഇതൊന്ന് ലോഡായി വരാൻ കുറച്ച് സമയം എടുക്കും, അതൊന്ന് ക്ഷമിക്കാം. ആൽക്കോ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഡിയോക്സീസ് ഇവോൾവ് അവിടെ കിടന്ന് കറങ്ങുന്നു. ബാക്കി 3 പേര് നമ്മുടെ ഈ വെയർ ഹൗസിലുണ്ട്. എലൈറ്റിൻ്റെ പ്ലേയേഴ്സ് 2 സ്ക്വാഡ് ഹൗസിലാണ്. ഓ ആൽക്കോ ബ്ലൈൻഡ് ഒരു ഷോട്ട് എടുത്തിരിക്കുകയാണ്. ഡിയോക്സി ഇവോൾവിനെ അടിക്കാൻ ഒരു ഷോട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആൽക്കോ ബ്ലൈൻഡും ഡിഫാൽക്കോയും കൊച്ചുമാണ് കളിക്കുന്നത്. ആൽക്കോ ടീമിൽ ജവാൻ ആദ്യമേ തീർന്നു. കൊച്ചുവിനാണ് ഒരു കില്ലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് ഗ്രേ നിഞ്ചയാണ്. ഡിയോക്സിസിന് വേണ്ടി ഒരു നേടിയിട്ടാണ്, പക്ഷേ അവിടെ ആരെയും കാണുന്ന പോലും ഇല്ല. വെറുതെ കിടന്നത് പൊട്ടി. അപ്പോൾ ഡിയോക്സിസ് എല്ലാവരും ആ സ്ക്വാഡ് ഹൗസിലാണ്. ഓക്കെ കണ്ടു ഗ്രേ നിഞ്ചയ്ക്ക് അത് കണ്ടു തോന്നുന്നു. ഈ സ്ക്വാഡ് ഹൗസിലേക്ക് ഒരു നേട് പോകുന്നു ഗ്രേ നിഞ്ചയുടെ വക. സ്ക്വാഡ് ഹൗസിലേക്ക് എറിയാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്, പക്ഷെ അത് എങ്ങോട്ട് വീഴുമെന്ന് അറിയത്തില്ല. ആ നേടിൻ്റെ പുറകെ ഞാനും പോട്ടെ. ഡിയോക്സിസിൽ ആർക്കും അത് കൊള്ളുന്നില്ല, വലിയ ഒരു കാര്യമായിട്ട് അപകടം ഉണ്ടാക്കുന്നില്ല അവിടെ. അപ്പോൾ നോക്കുമ്പം ഇവിടെ ആൽക്കോ വേഴ്സസ് ഡിയോക്സിസ് വേഴ്സസ് എലൈറ്റ് ടീം 2 3 ടീമിൻ്റെ ഫൈറ്റ്. അതുകൊണ്ടാണ് നമ്മളെങ്ങും പോകാതെ ഈ മിൽട്ട പരിസരത്ത് ഇപ്പോഴും കിടന്നിങ്ങനെ കറങ്ങുന്നത്. കാരണം ഇവിടുന്ന് ഏതായാലും എത്ര ടീം പോകുമെന്ന് അറിയത്തില്ല, കാരണം ഇവരൊക്കെ സോൺ ഔട്ടും ആണ്. അതാണ് ഏറ്റവും വലിയ സത്യം. നമ്മുടെ താഴേക്കാണ് സോൺ വന്നിട്ടുള്ളത്. നമുക്ക് പല ടീമിനെ ഇപ്പോഴും കാണാൻ പോലും പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ഏർലി ഫൈറ്റാണ്. അപ്പോൾ ആർക്കും ഒന്നും തോന്നില്ല. നമ്മൾ ഫൈറ്റ് നടക്കുന്നതൊക്കെ മാത്രം കോൺസെൻട്രേറ്റ് നിൽക്കുകയാണ്. അതാ ഇവോൾവ് അടിച്ചിട്ടുണ്ട്. ഇവോൾവ് ഗ്രേ നിഞ്ചയെ അടിച്ചിട്ടുണ്ട്. ഇവോൾവ് അപ്പുറത്തും അടിക്കുന്നത് അങ്ങോട്ട് പുഷ് ചെയ്യുന്നു. ഡിയോക്സിസിലെ ഒരു പ്ലെയറിലേക്ക് ഇൻഫ്ലെയിം അങ്ങോട്ട് പുഷ് ചെയ്യുന്നു. ഇൻഫ്ലെയിമിനെ തന്നെ നോക്കാം. ആ വീട് അത് ഈ റൂമിൽ ഓക്കെ ഗൈസ്, അങ്ങനെ എലൈറ്റിൻ്റെ ടീം 2 വൈപ്പ് ആയിട്ടുണ്ട്. ഡിയോക്സിസ് കയറി മേഞ്ഞു. അപ്പോൾ ഡിയോക്സിസിന് ഇപ്പോൾ 6 കില്ലായിട്ടുണ്ട്. 2 കില്ല് വീതം ഇവോൾവിനും മെറ്റഫറിനും. ഇൻഫ്ലെമോ ഒരു കില്ലെടുത്തു. ഹൈഡ്രയ്ക്ക് നേരത്തെ ഒരു കില്ലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഡിയോക്സിസ്. ഇനിയുള്ളത് ആൽക്കോ വേഴ്സസ് ഡിയോക്സിസ് ആണ്. ഡിയോക്സിസ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കോയെ കിട്ടും. എക്സൗട്ടിലേക്ക് പോകാം ഗൈസ്. എക്സൗട്ട് നമ്മുടെ പഴയുള്ള ടീമാണ്. അവർ 18 ബ്ലിറ്റ്സിന് അങ്ങോട്ട് എത്തുന്നു. ബ്ലിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സീസൺ 10ൻ്റെ സെക്കൻഡ് പൊസിഷൻ ഹോൾഡേഴ്സാണ് ബ്ലിറ്റ്സ്. അപ്പോൾ ബ്ലിറ്റ്സിനടുത്തേക്ക്, പക്ഷേ അവർ ബ്ലിറ്റ്സിനെ കാണുന്നില്ല. അവിടെ തന്നെ സ്ലോട്ട് 10 കളിക്കുന്ന നെമസിസും ഉണ്ട്. പക്ഷേങ്കിൽ ഇവരൊന്നും അങ്ങോട്ട് കാണാതെ ഇച്ചിരി മാറി ഇറങ്ങുന്നു. അടുത്ത ടീമിലേക്ക് പോകുമ്പോൾ നമ്മുടെ സെയിൻ ഷാഡയും വ്ളാഡിമറും വർക്കിയൊക്കെ തീർന്ന് നമ്മുടെ ഹോം ടീമായ തറവാട് അരവിന്ദ് ബിഫോക്സിൻ്റെ ഒരു ബലത്തിലാണ് കില്ലൊന്നുമില്ലാതൊന്നും കളിക്കുന്നത്. നമുക്കറിയാം ഒറ്റയ്ക്ക് ആയിട്ട് പലപ്പോഴും തറവാട് സേഫുകൾ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്തിടയ്ക്കായിട്ട് അവർ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അരവിന്ദ് ബിഫോക്സിലാണ് ഇപ്പോൾ തറവാടിൻ്റെ കളി ഇരിക്കുന്നത്. ഒറ്റയ്ക്കാണ് വണ്ടിയൊക്കെ എടുത്ത് കളിക്കുന്നു അരവിന്ദ് ബിഫോക്സ്. അടുത്ത ടീമിലേക്ക് പോകുമ്പോൾ ആൽക്കോ ആണ്. ആൽക്കോ നമ്മളിപ്പോൾ കണ്ടാണ്. ആൽക്കോ ഡിയോക്സിസുമായിട്ട് അടുത്തടുത്താണ്, പക്ഷേ ഒരു ഫൈറ്റിനുള്ള ചാൻസ് കാണുന്നില്ല. അപ്പോൾ അടുത്ത് നമ്മുടെ പഴയ ടീം ഇന്ന് ഈ സീസണിൽ പിന്നെ വീണ്ടും വന്ന് കളിക്കുന്ന നെമസിസിലേക്ക് പോകുന്നു. ജിഗോ, ജോയൽ, റാപ്റ്റർ, ജസ്റ്റിൻ. നമുക്ക് പരിചിതമായ പേരുകളാണ്, കാരണം ജസ്റ്റിൻ്റെയും ജോയലിൻ്റെയും ജിഗോയുടെയും റാപ്റ്ററിൻ്റെയും ഒക്കെ അടിപൊളി കളികൾ നമ്മളിവിടെ കണ്ടതാണ്. അപ്പം അവർ ഏതായാലും അറ്റ് ദ മൊമെൻറ്റ് അവർ സോണിലാണ്. അത് തന്നെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. കാരണം അവർ സോണിലുണ്ട്. അവർ ആ ബ്രിഡ്ജ് കയറി വരുന്ന വീടുകളിൽ നിൽക്കുന്നു. അതായത് നമ്മുടെ മിൽട്ടേന്ന് വരുന്ന ആ ബ്രിഡ്ജ് കയറി വരുന്ന വീടുകളിൽ അവർ ലൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവർ ലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഏതായാലും വേറെ ടീമുകളൊക്കെ ഒന്ന് കാണാനുള്ളതുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഗൈസ്, നമുക്ക് അപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന TL4 ഇപ്പോൾ എവിടെ എത്തി നോക്കാം. ഇപ്പോൾ നമ്മുടെ TL4 സോൺ കയറിയിട്ട് അവരുടെ അടുത്തെങ്ങും ആയിരുന്നില്ല, പക്ഷേ അവർ മിസ്റ്റിക് ക്രൂസേഴ്സിൻ്റെ അടുത്തേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അവർ നൈസായിട്ട് ബ്ലിറ്റ്സ് പാണ്ട അടിക്കുന്നത്. ബ്ലിറ്റ്സ് പാണ്ട നെമസിസിനെ അടിക്കുന്നു ഗൈസ്. ബ്ലിറ്റ്സ് എന്ന് പറയുമ്പോൾ 18 ആണ്. പാണ്ട അങ്ങനെ
പാണ്ട മലമുകളിലാണ്. ഇപ്പം നെമസിസിനെ താഴെ നമ്മൾ ഇപ്പോൾ പറഞ്ഞോളൂ, നെമസിസിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞോളൂ, കാരണം അവർ ആ ബ്രിഡ്ജ് കയറി വരുന്ന വീടുകളുണ്ടായിരുന്നു. ഇവർ ബ്ലിറ്റ്സ് മേളിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ ബ്ലിറ്റ്സ് മേളിൽ കയറിയിട്ട് താഴെ കടിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അവിടെ എക്സൗട്ട് വന്നിരിക്കുന്നത് ഗൈസ്. എക്സൗട്ടിൻ്റെ ഒരു പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സൗട്ടിനെ നോക്കി നിൽപ്പുണ്ട് ഇവിടെ. എക്സൗട്ടിലേക്ക് പോയി കഴിയുമ്പം എക്സൗട്ടിൻ്റെ പ്ലേയേഴ്സിനെയൊക്കെ നോക്കി ഇപ്പം മറ്റേ ബ്ലിറ്റ്സ് നിൽപ്പുണ്ട്. നമുക്ക് ബ്ലിറ്റ്സിൻ്റെ ഒരു പൊസിഷൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബ്ലിറ്റ്സ് പാണ്ട നോക്കി നിൽക്കുന്നത് ഇപ്പം നെമസിസിലെ പ്ലേയേഴ്സിനെ തപ്പി. പക്ഷെ അത്തെ മൊമെൻ്റ് അവർക്ക് രണ്ട് ടീമുകളെയും ഒരേ സമയം കാണാൻ പറ്റും എന്നുള്ളൊരവസ്ഥ. കാരണം അവർക്ക് നെമസിസിനെ നോക്കി കഴിഞ്ഞാൽ കാണാം. നെമസിസിന് 8x 7 വെച്ചിട്ട് ജോയിൽ കയറി വരുന്നു. കയറി വരുന്ന പോലെ തന്നെ ഇറങ്ങിപ്പോകുന്നുണ്ട്. 7 വെച്ചിട്ടാണ് ബ്ലിറ്റ്സ് പാണ്ട നിൽക്കുന്നത്. ഒരാളെങ്കിലും ഇവിടുന്ന് കിട്ടുമെന്ന പ്രതീക്ഷയോടെ റാപ്റ്ററും എല്ലാവരും മുകളിലേക്കൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം മൊമെൻറ്റ് അപ്പുറത്തോട് മാറിക്കഴിയുമ്പോൾ എക്സൗട്ട്, ഇപ്പുറത്തോട് മാറിക്കഴിയുമ്പോൾ നെമസിസ് ആ പൊസിഷനിലാണ് ഇപ്പോൾ ബ്ലിറ്റ്സ് നിൽക്കുന്നത്. എങ്ങോട്ടാണ് ഒരു സേഫ് അടിക്കാൻ ആരെയാണ് നോക്കി നിൽക്കുകയാണ്. അവിടുന്ന് KTM ടോം ഹൂനിനെ അടിച്ചിരിക്കുന്നത്. KTM ടോം നമ്മുടെ എലൈറ്റിൻ്റെ ടീമാണ്. 3 കിലോയുടെ രോപ്പികൾ കളിക്കുന്നു. ആദ്യം ഒന്ന് പതറയെങ്കിലും എലൈറ്റിൻ്റെ ടീമാണ് അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നു. ഹൂനിയനിലാണ് ലക്ഷ്യം വെക്കുന്നത്. ഹൂനിയൻ വൈപ്പായിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ 17 കളിക്കുന്ന ഹൂനിയൻ വൈപ്പായിട്ടുണ്ട്. അപ്പം അവർക്ക് ഒരു ഹൂനിയൻ ഇവിടുന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അരവിന്ദ് ബിഫോർ അടിക്കുന്നു. അരവിന്ദ് ബിഫോർ ഒറ്റയ്ക്ക് കളിച്ചത് ഇവിടെ ഒരു കില്ല് അങ്ങ് എടുത്തിരിക്കുകയാണ്. മിസ്റ്റിക് ടീമിലാണ് ആരും അടിച്ചിരിക്കുന്നത്. ഗൈസ് മച്ചാൻ്റെ M24 ആണ് കേട്ടോ. എലൈറ്റിൻ്റെ ടീമെന്നൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ അവിടേക്ക് തന്നെയാണ്. അരവിന്ദ് നൈസായിട്ട് എഴുതുന്നുണ്ട്. അപ്പം അരവിന്ദ് ഒറ്റയ്ക്കാണ് ഇന്ന് കളിക്കുന്നത്. അരവിന്ദിന് ഒറ്റയാൾപ്പ് ഒരാളത്തിൽ ആദ്യത്തെ കില്ല് തറവാടിന് കിട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് വേറെ ടീമുകളെ പോകാനുള്ളതുകൊണ്ട് അരവിന്ദിലേക്ക് വരാം. അരവിന്ദ് ബാക്കിയുണ്ടെങ്കിൽ അരവിന്ദിലേക്ക് വരാം. നമ്മൾ ബ്ലിറ്റ്സ് വരെ കണ്ടു. നമ്മൾ ഇതുവരെ കാണാത്തൊരു ടീമിനെ ഓർട്ടോൺസ് ആണ് കേസ്. ഓർട്ടോൺസിലേക്ക് നമുക്കൊന്ന് പോകണം. കാരണം ഫസ്റ്റ് സീസൺ തൊട്ട് നമുക്ക് കളിക്കുന്ന ടീമാണ് ഓർട്ടോൺസ്. 11 സീസണും തുടരെ കളിച്ച ടീമാണ് ഓർട്ടോൺസ്. എടുത്തു പറയേണ്ട ഒരു ടീമാണ് ഓർട്ടോൺസ്. പല കളികളിലും അവർ ചിക്കനിന് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 12 ടീമുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓർട്ടോൺസ് ടോപ്പ് 10ലേക്ക് കയറാൻ വേണ്ടി പൊസിഷൻ. പക്ഷേ അവർ ടോപ്പ് 10 ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് നല്ലൊരു റിസൾട്ടിന് ഇവിടുന്ന് വേണം. ഓർട്ടോൺസ് കളിക്കുന്ന പ്ലേയേഴ്സ് നിബൂസ്, ഫ്ലോക്കി, ലോൺലി വുൾഫ്, കൊച്ചു അടിച്ചിരിക്കുന്ന അപ്പുറത്ത്. ആൽക്കോ നെമസിസിനെ അടിക്കുന്നു. നെമസിസിനെ അടിക്കുന്നു. ജഗോ നോക്കാണ്. ഇവർക്ക് ബ്ലിറ്റ്സിനെ അവിടെ നിന്ന് അടിയിടുന്നുണ്ട്. കാരണം ബ്ലിറ്റ്സ് വരെ നോക്കി നിൽക്കുകയായിരുന്നു. ആൽക്കോ കൊച്ചു നെമസിസിനെ അടിച്ച് തീർക്കുന്നു. ജസ്റ്റി മാത്രമേ ഉള്ളൂ. ഏരിയയിൽ പോവാം. ജസ്റ്റിനെ അവിടെ നല്ല രീതിയിൽ അടിക്കുന്നു ഇങ്ങോട്ട്. ആൽക്കോ കൊച്ചും ഡിഫാൽക്കോയും ബ്ലൈൻഡ് വഴി നിൽക്കുന്നു. മച്ചന്മാർ മേളിൽ നിൽപ്പുണ്ട് കേട്ടോ. ആൽക്കോ ബ്ലൈൻഡ് ആയ ജസ്റ്റിനെ തീർത്തിരിക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മുടെ നെമസിസ് ടീമിന് 12 എത്താൻ സാധിക്കുന്നുള്ളൂ. 11 ടീമുകൾ ബാക്കി. ഇതേ ബ്ലിറ്റ്സ് മേളിൽ നോക്കും. ഇതൊക്കെ കാണും. പാണ്ട കൊച്ചിനെ അടിച്ചിരിക്കുന്നു ഗൈസ്. പാണ്ട കൊച്ചിനെ അടിച്ചിട്ടിരിക്കുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം മുകളിൽ ഇരുന്ന ഒരാൾ കാണുന്നുണ്ട്. പക്ഷെ ആളല്ലായിരുന്നു, ഒരു ടീമാണ് അവിടെ നിൽക്കുന്നത്. ഏതായാലും എല്ലാം മുകളിലുള്ള കാണുന്നത്. എൻ്റെ ദൈവമേ, ക്യാസ് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ക്യാസ് അടിപൊളി കളി കളിക്കുന്നുണ്ട്. റെഡ്നിക്സിനെ കണ്ടിരിക്കുകയാണ്. റെഡ്നിക്സ് ബോട്ടൊക്കെ എടുത്ത് ഒരാളെ നഷ്ടപ്പെട്ട് വന്ന റെഡ്നിക്സ് മിസ്റ്റിക് ഡാർക്കോ എല്ലാം. ബ്ലിറ്റ്സ് പാണ്ട മേളിൽ ഗൈസ്. ബ്ലിറ്റ്സ് പാണ്ട നമ്മൾ പറഞ്ഞാണ്. ബ്ലിറ്റ്സിന് ഒരു പൊസിഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ മിസ്റ്റിക് ക്രൂസേഴ്സിൽ റെഡ്നിക്സ് സോളോ ലീജിയൻ അപ്പോൾ അടിച്ചിരിക്കുകയാണ്. ക്യാസൊക്കെ ഇവിടെ വേറെ വഴിയില്ല. നല്ല അടി കിട്ടുന്നു നമ്മുടെ ലീജിയണ്. ക്യാസ ഇവിടെ സ്മോക്ക് ഇട്ട് നിറയ്ക്കുകയാണ്. അപ്പൂനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാസ അടിപൊളി കളി കളിക്കുന്ന. റെഡ്നിക്സ് ഇപ്പം ഇങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അടിപൊളിയായിട്ട് അടിക്കാം. റെഡ്നിക്സ് ഇങ്ങോട്ട് പുഷ് ചെയ്യുവാണെന്ന് അറിയത്തില്ല. ബ്ലിറ്റ്സ് പാണയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് വീണ് നോക്കായി ഗൈസ്. റിസൂസ് അങ്ങോട്ട് റിവൈവ് ചെയ്യാൻ വേണ്ടി വരുന്നു. ഡിയോക്സിസ് അടിക്കുന്നു. ഡിയോക്സിസ് ഇൻഫ്ലേമോ TL4 ആയിട്ട് കളിക്കുന്നത്. TL4 വേഴ്സസ് AJ എഡ്ജർ അവരൊക്കെയാണ് കളിക്കുന്നത്. ഡിയോക്സിസ് ഇന്നൊരു അടിപൊളി കളി കളിച്ച് വരുന്നതാണ്. പക്ഷേ റെഡ്നിക്സിനെ റീജിയനപ്പതേ റിവൈവ് ആണ്. റെഡ്നിക്സ് സോളിനെ അടിക്കുന്നു. ക്യാസ റെഡ്നിക്സ് അസാസിൻസ് ആയി അടിക്കുന്നു. KTM ടോം പ്ലേ സോണിൽ തീരുന്നു ഗൈസ്. എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്, എന്തൊക്കെ കാണണം ഇവിടെ ഗൈസ്. എനിക്ക് ഒരു ടീമിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം വളരെ സിമ്പിളാണ്. എല്ലായിടത്തും അടിയാണ് നടക്കുന്നത്. ലീജിയൻ അപ്പൂനെ അവസാനം ഡാർക്ക് അടിക്കുന്നു. TL4 പ്ലേയേഴ്സിനെല്ലാം ഡിയോക്സിസ് കൂട്ടായിട്ട് അടിക്കുന്നു ഗൈസ്. എനിക്ക് ലീജൻ അപ്പു ഒക്കെ അവിടെ തീർന്നിരിക്കുകയാണ്. ക്യാസയുടെ അവസ്ഥ എന്നറിയാൻ ലീജൻ അപ്പു തീർന്നിട്ടില്ല. ലീജൻ അപ്പു നോക്കാണ്. ക്യാസ റിവ്യൂ എടുക്കുന്നു ഗൈസ്. 11 കില്ലുമായിട്ട് ക്യാസ 63V അടിപൊളി കളി കളിക്കുന്നു. ഇന്നത്തെ OP പ്ലെയർ ക്യാസ 63V ആണ്. അതിലൊരു സംശയവും ഇല്ല. അടിപൊളി സപ്പോർട്ട് ലീജിയൻ അപ്പു ഇന്നിവിടെ കൊടുക്കുകയാണ്. കുറേ നോക്കാകുമ്പോൾ ക്യാസ അടിപൊളിയായിട്ട് വന്ന് റിവൈവ് ചെയ്യുന്നത്.
OP കളി. കാരണം മിസ്റ്റിക്കിലെ ക്രൂസൈഡേഴ്സിലെ ഡാർക്ക് മാത്രമേ ഉള്ളൂ. ഡിയോക്സീസ് അടിപൊളിയായിട്ട് 4 പേരും കളിക്കുന്നു. പിന്നെ ഉള്ളത് എക്സൗട്ടാണ്, അരവിന്ദ് V4 ഒറ്റയ്ക്ക്, കൊച്ചു 3 കിലോയുടെ അടിപൊളി കളിക്കുന്നു. ഇത് ഫ്ലോക്കി TL4 അടിക്കുന്നു ഗൈസ്. ഓർട്ടോൺസ് ഒരു ഫൈറ്റ് ആദ്യമായിട്ട് എടുത്തിരിക്കുകയാണ്, നമ്മുടെ ഫ്ലോക്കിയാണ്. TL4 ഇപ്പോൾ എത്ര പേര് അടിക്കുന്നത്? TL4 ഓർട്ടോൺസ് സാൻഡ്വിച്ച് ആണ്, പക്ഷേ ഓർട്ടോൺസ് ഡെഡ് ഷോട്ട് ഇൻഫ്ലമെൻ്റ് അടിക്കുന്നു. മെറ്റഫോർ TL4 അടിക്കുന്നു കേസ്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല കേസ്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ TL4 ഇവിടെ തീർന്നിരിക്കുകയാണ്. ഡെഡ് ഷോട്ട് ഡിയോക്സീസിനെ ആരൊക്കെയോ ചേർന്ന് അടിക്കുന്നു. പക്ഷേ മെറ്റഫർ 5 കില്ല് എടുക്കുന്നത് അരവിന്ദ് V4 കിടപ്പുണ്ട്. അരവിന്ദ് V4ന്റെ കില്ല് കൂടെ മെറ്റഫർ എടുക്കുമ്പോൾ മെറ്റഫർ ഇവിടെ 6 കില്ലാകുന്നു. അങ്ങനെ ഡിയോക്സിസ് ഇവിടെ ജസ്റ്റ് 2 പേര് നോക്കാണ്, പക്ഷേ അവർ റിവൈവ് എടുക്കുന്നുണ്ട്. ഹൈഡ്രയുടെ അവിടെ സ്മോക്ക് ഇട്ടിട്ട് എടുക്കാൻ വേണ്ടി റിവൈവ് എടുക്കാൻ മെറ്റഫർ പോകുന്നു. പക്ഷേ ഓർട്ടോൺസ് ഇവിടെ തന്നെ ഉണ്ടെന്ന് കേസ്. നമുക്ക് ഇന്ന് ഏരിയയിൽ പോകാതെ വേറെ രക്ഷയില്ല. കാരണം യൂഷ്വലി ഞാൻ ഏരിയയിൽ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. പക്ഷേ നിബൂസ് ദേ ആൽക്കോയായിട്ടൊരു ഫൈറ്റ്, ഓർട്ടോൺസ് ആൽക്കോയായിട്ടൊരു ഫൈറ്റ് എടുക്കുന്നു ഗൈസ്. ആൽക്കോ കൊച്ചു, നമ്മുടെ ആൽക്കോയുടെ ഒരു ടോപ്പ് പ്ലെയറായ കൊച്ചുവിനെ നോക്ക് എടുത്തിരിക്കുകയാണ്. ഫ്ലോക്കി ദേ ഡിഫാൽക്കോനെ അടിക്കുന്നു. നിബൂസ് ദേ ഡിഫാൽക്കോനെ അടിച്ച് വൈപ്പാക്കി ഗൈസ്. ആൽക്കോ വൈപ്പാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മെയിൻ ടീംസ് എന്ന് പറയുന്നത് ഗൈസ് എടുത്തു പറയേണ്ട ടീം ഡിയോക്സിസ് ആണ്. ഈ മെറ്റഫർ 6 കില്ല്, ഇവോൾവ് 2 കില്ല്, ഇൻഫ്ലേമോ ഹൈഡ്ര ഓരോ കില്ല്, 10 കില്ല് എടുത്തിട്ടുണ്ട് ടീം. പക്ഷേ അവർക്ക് ഇന്ന് ഇവിടെ ജയിച്ചേ പറ്റുള്ളൂ. നല്ല ടീമാണ് അവർ. മിസ്റ്റിക് ഡാർക്ക്, അതായത് നമ്മുടെ മിസ്റ്റിക് ക്രൂസൈഡേഴ്സിലെ പ്ലെയർ ഒറ്റയ്ക്ക് കളിക്കുന്നു. ലീജിയനിലെ 2 പേര് OP കളിക്കുന്നു. അതായത് കാസയും അപ്പും 15 കില്ല് 2 പേരും ചേർന്ന് എടുത്തിട്ടുണ്ട്. എക്സൗട്ട് ദിമിത്രി 1 കില്ലോട്ട് അവർ കളിക്കുകയാണ്. അതായത് ഡിയോക്സി ഹൈഡ്ര ഫ്ലോക്കി അടിച്ചിട്ടുണ്ട് ഗൈസ്. ഫ്ലോക്കി വീണു. മെറ്റഫറിനെ ക്യാസ് അടിക്കുന്നു ഗൈസ്. ഡിയോക്സിസിന് ക്യാസ, ഇന്നത്തെ മെയിൻ പ്ലെയറായ ക്യാസ ഡിയോക്സിസിലെ മെയിൻ പ്ലെയർ ഇവോൾവിനെ ലോൺലി വുൾഫ് തീർത്തിരിക്കുന്നു ഗൈസ്. ഫ്ലോക്കി നോക്കാണ്. എനിക്ക് ക്യാസെ നോക്കിക്കാനാണ് ഇഷ്ടം, കാരണം ക്യാസ ഇവിടെ ഒരു അടിപൊളി കളി കളിക്കുന്നു. ലോൺലി വുൾഫ്, ഫ്ലോക്കിയെ റിവൈവ് വേണ്ടി നിബൂസും ഒക്കെ പോന്നു. ഹാഷർ ഇന്ന് പുതിയ പ്ലെയറാണ്. ലീജിയൻ ഒരു അടിപൊളി കളികൾ കളിക്കുന്നു. ഡിയോക്സീസ് ഒക്കെ സോണിൻ്റെ പുറത്താണ്. മിസ്റ്റിക് ഡാർക്ക് മാത്രം സോണിലുണ്ട്. എക്സൗട്ട് സോണിലുണ്ട്. ഓർട്ടോൺസ് റിവൈവ് കഴിഞ്ഞ് സോണിലേക്ക് വരണം. ക്യാസ ഇന്നിവിടെ എന്താ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം 11 കിലോമീറ്റർ OP കളി ക്യാസ കളിക്കുന്നു. ഇത് അവിടെ നൈസായിട്ട് കയറി കിടന്നു. ഡിയോക്സീസിനെ നോക്കി ക്യാസ നിൽക്കുന്നു. ഡിയോക്സിസിനെ ബ്ലിറ്റ്സ് ഉണ്ട് ഗൈസ്. നമ്മൾ ബ്ലിറ്റ്സിനെ മറന്നു പോകാൻ പാടില്ല. ബ്ലിറ്റ്സ് ഉണ്ട്. ബ്ലിറ്റ്സ് പാണ്ട മാത്രമേ തീർന്നുള്ളൂ. ഇത് ക്യാസൊക്കെ അടി കിട്ടുന്നു. അപ്പ് വീണ്ടും നോക്കാണ്. ക്യാസൊക്കെ ഇവിടെ റിവൈവ് ചെയ്യാൻ മാത്രം സമയം കിട്ടുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ബുള്ളറ്റ്സിനേക്കാളും കൂടുതൽ ക്യാസഡിലുള്ള സ്മോക്കാണ്. കാരണം അപ്പുവിനെ നഷ്ടമാണ് ഗൈസ്. അപ്പുവിനെ രക്ഷിക്കാൻ പറ്റുന്നത് ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ക്യാസൊക്കെ അപ്പുവിനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷേങ്കിൽ ഇൻഫ്ലേമോ ലോൺലി വുൾഫിനെ അടിക്കുന്നു ഗൈസ്. ഒരു നല്ല ഫൈറ്റ് അവിടെ എടുക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. ഫ്ലോക്കി അടിക്കുന്നു ഗൈസ്. ഇവിടെ ആരൊക്കെ തമ്മിൽ ഡിയോക്സിസ് സോൺ ഔട്ടാണ്. അവർ കയറി വരുമ്പോൾ ചിലപ്പോൾ ക്യാസൊക്കെ അവർ അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. എനിക്ക് എല്ലാവരെയും നോക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും 6 ടീമുകളാണുള്ളത്. ബ്ലിറ്റ്സ് ഉണ്ട്, ഓർട്ടോൺസ് ഉണ്ട്, ഡിയോക്സിസ് ഉണ്ട്, മിസ്റ്റിക്കിലെ ഒരു പ്ലെയർ. അത് നിബൂസിനെ നൈസായിട്ട് ഇൻഫ്ലേമൊക്കെ അടിയിട്ടുണ്ട്. നിബൂസ് അടിയപ്പോൾ ഫ്ലോക്കി ഇൻഫ്ലേമിനെ അടിച്ചിട്ടുണ്ട്. ഡിയോക്സിസ് അല്ല സോൺ ഔട്ട് തീരുവാണ്. സോൺ ഔട്ട് തീരാനുള്ളൊരു വിധി ഡിയോക്സിന് ഉണ്ടാവുക. കാരണം നല്ല പോലെ ലൈഫ് പോകും, ഒരു സംശയമില്ല. ഇൻഫ്ലേമൊക്കെ കയറാൻ പറ്റത്തില്ല, 100% ഉറപ്പ്. ഹൈഡ്രേഡ് അവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. ഇൻഫ്ലേമോ തീർന്നിരിക്കുകയാണ് പ്ലേ സോണിൽ. ഹൈഡ്ര ഏതായാലും ജിത്തുവിനെ അടിക്കുന്നു ഗൈസ്. എനിക്ക് വേറെ ടീമിലേക്ക് പോകണം. നമ്മുടെ എക്സൗട്ട് ഇന്നൊരു അടിപൊളി കളിക്കുന്നു. ഫ്ലോക്കിയൊക്കെ സോണോട് തീർന്നിരിക്കുകയാണ്. സൂസിനെ ബ്ലിറ്റ്സ് വൈപ്പായിട്ടുണ്ട് ഗൈസ്. 4 ടീമായിരിക്കുന്നു. ബ്ലിറ്റ്സ് വൈപ്പായിട്ടുണ്ട്. എക്സൗട്ട് ജാങ്കോ ഒരു അടിപൊളി കളി. ബ്ലിറ്റ്സിനെ അടിച്ച് എനിക്കിനി ഏരിയയിൽ പോകാതെ വേറെ നിവർത്തിയില്ല. കാരണം ക്യാസ 63 കുറിച്ച് അവിടെ നിൽക്കട്ടെ, എനിക്കൊന്നും പറയാനില്ല, അത് വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഓർട്ടോൺസ് ഡിയോക്സിസുമായിട്ട് ഒരു ഫൈറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു. ലോൺലി വുൾഫ് അടിക്കുന്നു ഗൈസ്. 3 ടീമായിട്ടുണ്ട്. ഓർട്ടോൺസിനെ കുറിച്ച് എടുത്ത് പറയുമ്പോൾ ഗൈസ്, ലോൺലി വുൾഫ് 2 കില്ല്, ഹാഷർ കില്ലൊന്നും ഇല്ലാതെ. എക്സൗട്ട് വീണ്ടും ഒരു ടോപ്പ് 3 കയറിയിരിക്കുന്നു. കഴിഞ്ഞ സീസൺ അവർ ടോപ്പ് 2 വന്ന ടീമാണ് ഇത് എക്സൗട്ട്. പിന്നെ എനിക്കൊന്നും പറയാനില്ല. 12 കില്ലുമായിട്ട് ഒരു മച്ചാൻ അവിടെ നിൽപ്പുണ്ട് ഗൈസ്. അവിടെ നിൽക്കുക അടിക്കുന്നേ ഗൈസ്. 13ാമത്തെ കില്ല് കുക്കിങ് എടുക്കുന്നു ഗൈസ്. ഒന്നും പറയാനില്ല ഗൈസ്. 13 കില്ലുമായിട്ട് ക്യാസ ലീജിയൻ ടീം ഹാറ്റ്സ് ഓഫ്. ഒന്നും പറയാനില്ല. ഒറ്റയ്ക്കുള്ള കളി. അപ്പുവിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ പോലും. നേരത്തെ അപ്പുവിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോകേണ്ട ഒരു സമയം എടുക്കുമായിരുന്നു. ഇപ്പോൾ അതുപോലും വേണ്ട. ഒറ്റയ്ക്കാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് ക്യാസ. എനിക്കിനി നോക്കാനുള്ളത് ഓർട്ടോൺസ് ആണ്. ഓർട്ടോൺസ് കയറി വരുന്ന ക്യാസയുടെ അടുത്തേക്കാണ്. ഹാഷർ അവിടെ കിടന്ന് എഴുതുന്നു. പക്ഷെ അവർ സിംബെ നോക്കി നിൽക്കുന്നു. ലോൺലി വുൾഫ് സിംബേനെ അടിക്കുന്നു. സിംബെ നോക്കാക്കുന്നു ലോൺലി വുൾഫ്.
ജാങ്കോ എന്തായാലും റിവൈവിന് വേണ്ടി പോകണം. ജാങ്കോ സോണോട്ടാണ്. ഓഹോ നല്ല ക്യാസയുടെ വഴി കിട്ടുന്നു. ക്യാസൊക്കെ ഇതേ വണ്ടിയൊക്കെ കിട്ടുന്നു. ക്യാസൊക്കെ ഇപ്പം അടിച്ച് കിട്ടുന്ന വണ്ടിയാണോ അതോ നേരത്തെ അടിച്ചിട്ട് പോകാണെന്ന് അറിയത്തില്ല. ക്യാസൊക്കെ ഒരു വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഓർട്ടോൺസ് എത്തിയിട്ടുണ്ട്. ഇന്നൊരു പുതിയ ടീം അടിക്കും. ഓർട്ടോൺസും നമ്മുടെ ലീജിയനും മാത്രമേ ഉള്ളൂ. ഇതേ ക്യാസ കയറി നൈസായിട്ട് കിടന്നിരിക്കുകയാണ്. ഓർട്ടോൺസിന് വീണ്ടും സെക്കൻഡ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓർട്ടോൺസിന് പക്ഷേ ലോൺലി വുൾഫും ഹാഷിറും ഉണ്ട്. ഒരു നമ്പർ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ക്യാസ സ്മോക്ക് ഇട്ടിട്ട് എഴയുകയാണ്. ഹാഷിറും ലോൺലി വുൾഫും ആണ്. ക്യാസ അവർ സ്പോട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പ്ലെയർ ഉള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട് ഗൈസ്. എനിക്ക് ക്യാസ തന്നെയാണ് പോകാൻ ചാൻസ് ഇഷ്ടം. ഹാഷിറിനെ അടിച്ചിട്ടിരിക്കുന്നു. ഓ ലോൺലി വുൾഫ് ഗൈസ്. ഹാഷിർ നോക്കല്ല, പക്ഷേ ലോൺലി വുൾഫ് നോക്കാണ്. ഹാഷിറിന് ഒട്ടും ലൈഫില്ല. ലോൺലി വുൾഫിനെ കില്ലെടുത്തു ഗൈസ്. ഹാഷിർ സ്മോക്കിൽ കൂടാണ് വരുന്നത്. ക്യാസൊക്കെ ഇനി 1-on-1 ആണ്. ഇത് അങ്ങോട്ട് നേട് പോന്നു. ഹാഷിറിനെ അങ്ങോട്ട് ഗൈസ് ഒന്നും പറയാനില്ല. ഞാൻ എന്താ പറയണ്ടേ ഗൈസ്? ഒന്നും പറയാനില്ല ഗൈസ്. ഇതെന്താ പറയണ്ട? ഇവിടെ എന്താ സംഭവിച്ചത്? 15 കില്ലുമായിട്ട് ഗൈസ് ടീം ലീജിയൻ, പുതിയ ടീമായ ടീം ലീജിയൻ ഇവിടുത്തെ ചിക്കനിൻ്റെ കൊണ്ട് പോകുന്നു ഗൈസ്. 15 കില്ലുമായിട്ട് ക്യാസ 63 ഒരു OP കളി. ലീജിയൻ അപ്പ് 4 കില്ലെടുത്ത്. ലീജിയൻ അപ്പിന് 4 കില്ലൊന്നും ഒരു കില്ലായിട്ട് എനിക്ക് കാണുന്നില്ല. കാരണം ക്യാസ 63 15 കില്ല് നിസ്സാരം. കാരണം നമ്പർ അഡ്വാൻറ്റേജും എല്ലാം ഓർട്ടോൺസിന് വീണ്ടും സെക്കൻഡ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. കാരണം പക്ഷേ ഓർട്ടോൺസിനെ ഞാൻ കുറ്റം പറയത്തില്ല. കാരണം ഓർട്ടോൺസിൻ്റെ ഫോൾട്ട് അല്ലെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ക്യാസ 63 അതുപോലത്തെ ഒരു കളി ഇവിടെ കളിച്ചത്. കാരണം 15 കില്ലുമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കളി. ഒറ്റയ്ക്ക് 3 പേരാണ് ടീമിൽ കളിച്ചത്. ആൽബർട്ട് കില്ലുകളൊന്നും തന്നെ ഇല്ലാതെ ആദ്യമേ തീർന്നു. പക്ഷെങ്കിൽ അപ്പൂനെ കൂട്ടുപിടിച്ച് ക്യാസ കളിച്ചത്. 19 കില്ല് എടുത്തിരിക്കുന്നു. 20 പ്ലേസ്മെൻറ്റ് പോയിൻറ്റുമായിട്ട് ലീജൻ നമ്മുടെ ടേബിൾ ടോപ്പേഴ്സ് ആയിരിക്കുകയാണ് ഗൈസ്. ആദ്യത്തെ കളി കൊണ്ട് തന്നെ. സെക്കൻഡ് ഇത് ഓർട്ടോൺസ് ആണ്. ഫ്ലോക്കി അടിപൊളിയായിട്ട് 4 കില്ല് എടുത്തിട്ടുണ്ട്. 3 കില്ലുമായിട്ട് ലോൺലി വുൾഫ്, 2 കില്ലുമായിട്ട് നിബൂസ്. അടിപൊളി ഒരു സപ്പോർട്ട്. പിന്നെ നമ്മൾ എക്സൗട്ടാണ് തേർഡ് എത്തിയത്. നമ്മുടെ ജാങ്കോയ്ക്ക് 2 കില്ലുണ്ട്. ദിമിത്രിക്കും സിംബയ്ക്കും ഓരോ കില്ല് വീതം. അങ്ങനെ എക്സൗട്ട് തേർഡ് എത്തിയിട്ടുണ്ട് 4 കില്ലുമായിട്ട്. ഫോർത്ത് എത്തിയത് ഡിയോക്സിസ് ആണ്. അടിപൊളി കളിയാണ് ഡിയോക്സിസ് കളിച്ചത്. പക്ഷേ അവർക്ക് എവിടെയോ സോണോട്ടി പെട്ട് തീരാനായിരുന്നു അവരുടെ വിധി. പക്ഷെ നല്ല അടിയും കിട്ടി അവർക്ക് ഓർട്ടോൺസിൻ്റെ ആയിരുന്നു ലാസ്റ്റ്. അപ്പോൾ ഈ മെറ്റഫർ OP കളി കളിച്ചു 6 കില്ലുമായിട്ട്. ഇവോൾവ് 2 കില്ല്, ഹൈഡ്രേം ഇൻഫ്ലൂം എല്ലാവരും 2 കില്ല് വീതം. അപ്പം 12 കില്ലുമായിട്ട് 4ാം എത്തിയിരിക്കുകയാണ് ഡിയോക്സിസ്. 5ാം എത്തിയ ബ്ലിറ്റ്സ് ആണ്. അതിൽ ജിത്തു ഇന്ന് അവരുടെ OP പ്ലെയറായ ജിത്തുവിന് ഇന്ന് കില്ലൊന്നുമില്ല. ലോക്കി താനോസിന് മാത്രമേ ഇന്നൊരു കില്ലുള്ളൂ. 1 കില്ലുമായിട്ട് 5ാമത് ബ്ലിറ്റ്സ് ആണ്. 6ാമത് എത്തിയത് മിസ്റ്റിക് ക്രൂസഡേഴ്സ് ആണ്. അതിലെ MYT ഡാർക്ക് മാത്രം അവസാനം എത്തുന്നു. ഒരു കില്ല് ഡാർക്കിനും 1 കില്ല് വെപ്പൺ-എക്സിനും 2 കില്ല് കില്ലറിനും. അങ്ങനെ 4 കില്ലുമായിട്ട് 6ാമത് മിസ്റ്റിക് ക്രൂസഡേഴ്സ് ആണ്. 7ാമത് ആൽക്കോ എത്തുന്നു. കൊച്ചു 3 കില്ലുണ്ട്. ഡിഫാൽക്കോയ്ക്കും ബ്ലൈൻഡിനും ഓരോ കില്ലുണ്ട്. 8ാമത് തറവാട് എത്തുന്നു. ബിഫോക്സിന് 1 കില്ലുണ്ട്. അരവിന്ദ് ബിഫോക്സിന് 1 കില്ലുണ്ട്. 9ാമത് TL4 ആണ്. എഡ്ജറിന് 1 കില്ലുണ്ട്. 10ാമത് റിഡ്നിക്സ് ആണ്. ഡാർക്കിന് 1 കില്ലുണ്ട്. 11ാമത് എലൈറ്റിൻ്റെ ടീം 1 ആണ്. KTM ടോം 4 കില്ലുമായിട്ട് നല്ലൊരു കളി അവർക്ക് വേണ്ടി കളിക്കുന്നു. ഹണ്ടറിന് 2 കില്ലുണ്ട്. സ്പൈഡറിന് ബെക്കാടിക്ക് ഓരോ കില്ലുണ്ട്. 12ാമത്തെ നെമസിസ് ആണ്. കില്ലൊന്നുമില്ല. 13ാമത് ഹ്യൂനികന് കില്ലൊന്നുമില്ല. 14ാമത് മിസ്റ്റിക് ആൽഫയാണ്. ഫാസ്റ്റ് ട്രാക്ക് 2 കില്ലുണ്ട്. 15ാമത് എലൈറ്റിൻ്റെ ടീം 2 ആണ്. ഗ്രേ നിഞ്ചയ്ക്കും ഫീനിക്സിന് 2 കില്ല് വീതമുണ്ട്. 16ാമത് പുതിയ ടീമാണ് വെനം. അത് എനിക്കൊന്നത് ടീം 12 TRK ആണ്. അതിലെ കില്ല് നോക്കുവാണെങ്കിൽ ആർക്കും കില്ലും തന്നെ ഇല്ല. 17ാമത് നമ്മുടെ എക്സ്കാലിബറാണ്. അതിൽ റമീസിന് 1 കില്ലുണ്ട്. RMSC വുൾഫ് RMC 1 കില്ലുണ്ട്. 18ാമത് ഗോഡ്സൺ ആണ്. ലോജിക്സിനും മെൽവിനും ഓരോ കില്ല് വീതമുണ്ട്. 19ാമത് IM ആണ്. ടഫ് AF എടുത്തു പറയേണ്ട ഒരൊറ്റ മൊമെൻറ്റിൽ ടഫ് AF 4 പ്ലെയേഴ്സിനെ അവിടെ തീർത്ത് അടിപൊളി ഒരു കളി കളിച്ചിരിക്കുന്നു ടഫ് AF. പക്ഷേ അവർക്ക് ഒരുപാട് കിട്ടിയില്ല. കാരണം അവർക്ക് പ്ലേസ്മെൻറ്റ് പോയിൻ്റ് ഒന്നും കിട്ടുന്നില്ല. 19ാമത് 4 കില്ലുമായിട്ട് IM. 20ാമത് DC ആണ്. 1 കില്ല് പോലും അവർക്ക് കിട്ടിയില്ല. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ആണ്. അവരുടെ മെയിൻ പ്ലേയേഴ്സിനൊന്നും കാണുന്നില്ല. 21ാമത് അവർ മരിജ്വാനസ് ആണ്. സ്ലോട്ട് 4 കളിക്കുന്ന മരിജ്വാനസ്. അവർക്ക് കില്ലൊന്നും തന്നെ ഇല്ല. 22ാമത് എത്തിയിരിക്കുന്ന റെഡ് ആണ്. നമ്മുടെ ക്വാളിഫയർ മാച്ചിൽ ചാമ്പ്യൻസ് ആയാലാണ്. പക്ഷേ അവർക്ക് മെയിൻ മാച്ചിലേക്ക് വരുമ്പോൾ അവർക്ക് സ്റ്റോമിന് 1 കില്ലുണ്ട്. വേറെ ആർക്കും കില്ലും തന്നെ ഇല്ല. 23ാമത് SNX ആണ്. അവർക്കും കില്ലും തന്നെ ഇല്ല. ഗൈസ്
നമുക്ക് 4 കിലോയുള്ളവരെ കണ്ടു, 6 കിലോയുള്ള ഡിയോക്സീസിലെ മെറ്റഫറിനെ എല്ലാവരെയും കണ്ടു. പക്ഷെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്ന് ക്യാസ 63V തന്നെയാണ്. ആ പേര് അതാരാണെന്ന് അറിയത്തില്ല. അതാരായാലും മച്ചാൻ ഈ സ്ട്രീം നമ്മുടെ സ്പെക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഇന്ന് അടിപൊളി കളിയായിരുന്നു കളിച്ചത്, ഒന്നും പറയാനില്ല. 19 കില്ലുമായിട്ട് സ്വന്തം ടീമിനെ ലീജനെ ചാമ്പ്യൻസ് ഈ ഗെയിമിൻ്റെ ചിക്കണിന് കൊടുക്കാൻ വേണ്ടി സാധിച്ചു. വെൽ പ്ലേഡ് ടീം ലീജൻസ്. കൺഗ്രാജുലേഷൻസ് ടു ഓട്ടോൺസ് ആൻഡ് എക്സൗട്ട്. ഇന്ന് കളിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നാളെ നമ്മുടെ മാപ്പ് മിറാമർ ആയിരിക്കും. നാളെ നമ്മുടെ സെക്കൻഡ് മാച്ച് ആയിരിക്കും. സെയിം ടൈമിങ്ങും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ടുമോറോ. അപ്പോൾ ഇന്നത്തെ ഞാൻ 40 മിനിറ്റായി വീഡിയോ, അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഗൈസ്, ദിസ് ഈസ് നിജോ സൈനിങ് ഔട്ട്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.